الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അത്യാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. '01 ജാമിഅ നഈമിയിൽ നിന്ന് നഈമി ബിരുദം കരസ്ഥമാക്കി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സഹപാഠികളിൽ ഒരാളാണ് റസാഖ് നഈമി അവർ. ഈ ഭാഗത്ത് പലപ്പോഴും പ്രോഗ്രാമിന് വരുമ്പോൾ അദ്ദേഹം ഇവിടത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഡേറ്റ് കൊടുക്കുകയും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയും, എന്തുകൊണ്ടോ ഇത്രയും കാലമായി പിന്നീട് വരാൻ സൗകര്യമുണ്ടായിട്ടില്ല. ഒരു വർഷം ഒരേ റൂമിൽ ഒരേ ക്ലാസ്സിൽ താമസിച്ച് പഠിച്ചവരാണ്. അന്ന് ഞങ്ങൾ കൊണ്ടോട്ടി ബുഖാരിയിൽ നിന്നുള്ള 3 പേരും അത്യാദരണീയരായ താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ദർസിൽ നിന്നുള്ള 7 പേരും ആണ് അന്ന് മലയാളി ബാച്ചായി നഈമിയയിൽ ഉണ്ടായിരുന്നത്. ജാമിഅ നഈമിയ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ സ്ഥാപനമാണ്. ഞങ്ങളന്ന് 94 95 വർഷത്തെ വിദ്യാർത്ഥികളായി. സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി തങ്ങൾ, ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ സമർത്ഥനത്തിന് രചനകളും സംവാദങ്ങളും എല്ലാം നടത്തിയിരുന്ന അത്യുന്നതരായ ഒരു പണ്ഡിതനും സയ്യിദും വലിയ ഒരു നേതാവുമായിരുന്നു. അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൻസുൽ ഈമാൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന് ഖസാഇനുൽ ഇർഫാൻ എന്ന ഹാഷിയ എഴുതിയത് ബഹുമാനപ്പെട്ടവരാണ്. ബിദ്അത്തുകാരായ ആളുകൾ വഹാബി പ്രസ്ഥാനത്തിന്റെ വലിയ ആശയപ്രചാരണത്തിനു വേണ്ടി
ബ്രിട്ടീഷുകാരുടെ ചെലവിൽ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം സൗജന്യമായി നൽകിയപ്പോൾ അതിനെതിരെ ഒരുപാട് ആളുകൾ ഗ്രന്ഥങ്ങൾ എഴുതി. ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വിയത്തുൽ ഈമാൻ അല്ല, ഇത് ഈമാൻ കരിച്ചുകളയുന്ന തഖ്വിയത്തുൽ ഈമാനാണ് എന്ന് അതിന്റെ ചട്ടയിൽ എഴുതിയത് ജാലിയത്തെ ലൈബ്രറിയിൽ ഉണ്ട്. നഈമുദ്ദീൻ മുറാദാബാദി തങ്ങൾ രോഗിയായി കിടക്കുമ്പോഴാണ് അവരുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം കയ്യിൽ കിട്ടുന്നത്. ഉടനെ ഒരു കത്തിയെടുത്ത് അതിലെ ഒരു പുള്ളി അങ്ങ് നീക്കം ചെയ്തു കളഞ്ഞു. ഇത് ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമല്ല, ഈമാൻ നഷ്ടപ്പെടുത്തിക്കളയുന്ന ഗ്രന്ഥമാണ്, തഫ്വിയത്തുൽ ഈമാൻ എന്നാക്കി പിന്നീട് അത്വയബുൽ ബയാൻ ഫി റദ്ദി തഖ്വിയത്തുൽ ഈമാൻ എന്ന ഒരു ഗ്രന്ഥം എഴുതുകയും ചെയ്തു. അങ്ങനെ വലിയ ഉന്നത നേതൃത്വമാണ് ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ജാമിഅ നഈമിയ എന്ന പേരിൽ തന്നെ സ്ഥാപനങ്ങൾ ഉണ്ട്. സ്വാതന്ത്ര്യ സമരം നടന്ന് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ലഖ്നൌവിൽ നടന്ന നെഹ്റു അടക്കമുള്ള സമ്മേളനത്തിൽ മുസ്ലിം പ്രതിനിധിയായി ഉണ്ടായിരിക്കുകയും ഇന്ത്യയുടെ ഭാഗമായി നിലകൊള്ളുകയും ചെയ്ത സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി തങ്ങൾ പൊതുരംഗത്തും വലിയ നേതാവായിരുന്നു. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമും സ്വലാഹിയത്തും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശദമായ ഒരു വിവരത്തിലേക്കും വിഷയാവതരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാ മജ്ലിസുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അല്ലാഹുവിലേക്ക് നമ്മളെല്ലാവരും അടുക്കുക എന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിശ്ചയിച്ചിട്ടുള്ളത്, അഥവാ ജുമഅയിൽ 2 റക്അത്ത് നിസ്കാരത്തിന് പകരം സാധാരണ ഉച്ചക്ക് 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം 2 റക്അത്ത് നിസ്കാരവും ആ നിസ്കാരത്തിന്റെ സ്ഥാനത്ത് 2 റക്അത്ത് 2 ഖുതുബയും ഏർപ്പെടുത്തിയത് ജനങ്ങളെ എല്ലാവരെയും തഖ്വയിലേക്ക് ക്ഷണിക്കാനും ഉണർത്താനുമാണ്. ഖുതുബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനോട് ഭയഭക്തിയുള്ളവരാകണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. എല്ലാ മജ്ലിസുകളിലെ ദുആഇന്റെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം നമ്മളെല്ലാവരും മുത്തഖീങ്ങളായി മാറുക എന്നതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് തഖ്വ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനോട് ഭയഭക്തി ഉണ്ടാവുക. നമ്മളെല്ലാവരും അടിമകളാണ് എന്ന ബോധം ഉണ്ടാവുക. അള്ളാഹുവിന്റെ ദാസന്മാരാണ് എന്ന ബോധമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത്. നമ്മളാരും സ്വതന്ത്രരല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. ഈ മോണിറ്ററിംഗ് ഓഫാക്കി. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, ദാസന്മാരാണ്. ഉടമയായ അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. കാരണം
നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെന്ന് നമുക്ക് ഓരോ നിമിഷവും ഓരോ കാര്യത്തിലും ബോധ്യമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ എവിടെ ജനിക്കണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. ഞാൻ എന്നു ജനിക്കണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ ഉപ്പ ആരാകണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ ഉമ്മ ആരാകണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. ഞാൻ ആൺകുട്ടിയായി ജനിക്കണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ നീളം എത്രയാകണം എന്ന് തെരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ വണ്ണം തെരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ഫേസ് ഇങ്ങനെയാകണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കിയാൽ നമ്മുടേത് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? എന്റേതാണ് എന്ന് പറയാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ എന്ന് പറയുമ്പോഴും എന്റേത് എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനാണ് അധികാരമുള്ളത്? ഇനി എന്ന് മരിക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ പ്രാഥമികമായി ആലോചിച്ചാൽ മതി. ഞാൻ ആരാണെന്ന് കൃത്യമായി ആലോചിച്ചാൽ എന്റെ കയ്യിൽ എന്റേതായി ഒന്നും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഹുറാവുക, സ്വതന്ത്രനാവുക? ഞാൻ സ്വതന്ത്രനല്ല. എനിക്ക് അള്ളാഹു തന്ന ശരീരവും കൊണ്ട് ഞാൻ സഞ്ചരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചപ്പോഴാണ് ഞാൻ ജനിച്ചത്. എന്റെ വാപ്പയെ തെരഞ്ഞെടുത്തത് അള്ളാഹുവാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിക്കണം എന്ന് തീരുമാനിച്ചത് അള്ളാഹു ജല്ല ജലാലു, അള്ളാഹുവാണ്. ഇങ്ങനെ ഏത് കാര്യം നോക്കിയാലും നമുക്ക് നമ്മുടേത് എന്ന് പറയാൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും ആലോചിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരു ശക്തിയുടെ അടിമയാണ്. എനിക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം ഇല്ല. ഇതാണ് ഇസ്ലാം പറയുന്ന അടിസ്ഥാനം. അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം തന്ന അള്ളാഹുവിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതിനാണ് അത്തഖ്വാ, അൽ ഖൗഫു മിനൽ ജലീൽ. നമുക്ക് എല്ലാം ഒരുക്കി തന്ന അള്ളാഹുവിനെ കുറിച്ച് ഭയഭക്തി ഉണ്ടാവണം. തഖ്വ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അള്ളാഹു കൽപ്പിച്ചതൊക്കെ നമ്മൾ ചെയ്യണം, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യരുത്. ഇതാണ് നമ്മുടെ മേലുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം. നമുക്കിതെല്ലാം തന്ന അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യരുത്. അങ്ങനെ തന്നെയല്ലേ? സൃഷ്ടിച്ചവനാണല്ലോ സൃഷ്ടിയിൽ എന്തു ചെയ്യണമെന്ന അധികാരം. ഒരു കമ്പനിയുടെ ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് കമ്പനിയാണല്ലോ. നമ്മൾ വാങ്ങുന്ന ഏത് ഉപകരണവും അതിനോടൊപ്പം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും, ഒരു യൂസേഴ്സ് മാനുവൽ ഉണ്ടാകും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഈ ക്യാമറയാവട്ടെ, ഈ മൈക്ക് സെറ്റ് ആവട്ടെ, നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഗൃഹോപകരണങ്ങളാവട്ടെ, ഏതു കാര്യവും ഇതെന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു വിശദീകരണം, ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഒരു ഉള്ളടക്കം, അതോടൊപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു നിയമം അതോടൊപ്പം എഴുതി വെച്ചിട്ടുണ്ടാകും. അത് എഴുതി വെക്കേണ്ടത് ആരാണ്? അതുണ്ടാക്കിയ കമ്പനിക്കാരാണ്. എന്നതുപോലെ നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഒരു ഗ്രന്ഥം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, ഒരു യൂസേഴ്സ് മാനുവൽ നൽകിയിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിക്കണം എന്ന ഒരു നിയമക്രമം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ അമലു ബിത്തൻസീൽ,
യൂസേഴ്സ് മാനുവൽ അനുസരിച്ച് ഉപയോഗിക്കണം. ഏതുപകരണം വാങ്ങിയാലും അതോടൊപ്പം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന ഒരു ഗൈഡ് ഉണ്ടല്ലോ. ആ ഗൈഡ് അനുസരിച്ചല്ലേ അത് ഉപയോഗിക്കേണ്ടത്. എന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങളെങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥമാകുന്ന ഖുർആൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആ ജീവിതമാണ് നിങ്ങളുടെ യഥാർത്ഥ തഖ്വയിലുള്ള ജീവിതം. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെല്ലാവരും ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ചിട്ടപ്പെടണം. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം എങ്ങനെയാണ് ലഭിക്കുക? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വൈജ്ഞാനിക മര്യാദകൾ, ഇൽമിയായ രീതി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. അൽഹംദുലില്ലാ, ഈ സദസ്സിലും വേദിയിലും ഒരുപാട് ആലിമീങ്ങൾ ഉണ്ട്. ഈ നാട്ടിൽ നിരവധി ബിരുദധാരികളായ പണ്ഡിതന്മാരുണ്ട്. ഈ നാട് ഇൽമിന്റെ പ്രാധാന്യം അറിഞ്ഞ നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെതായ സമ്പന്നതയും സമഗ്രതയും ഉണ്ടാകും. ഏതായാലും പുതിയ തലമുറയിലെ മക്കളെയും അല്ലാഹു ആരാണ് എന്ന് പഠിപ്പിക്കുന്ന ഇൽമാണ് ഏറ്റവും വലിയ ഇൽമ്. അതിനേക്കാൾ വലിയ ഒരു ഇൽമില്ല. ഈ ലോകത്ത് എന്റെ മകന് നൽകേണ്ട ഏറ്റവും വലിയ ഇൽമ് എന്താണ്? അവനെ ആര് പടച്ചു എന്ന ഇൽമാണ്. ഈ ലോകം ആര് സൃഷ്ടിച്ചു എന്ന ഇൽമാണ്. അവന്റെ ആ രക്ഷിതാവിനെ സ്വാധീനിക്കാനും ആ രക്ഷിതാവിന്റെ ഇഷ്ടം ലഭിക്കാനും ആവശ്യമായ വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം. അല്ലാതെ മെഡിസിൻ ആണെന്നോ എഞ്ചിനീയറിംഗ് ആണെന്നോ സിവിൽ സർവീസ് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? എന്നെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച സ്രഷ്ടാവായ അല്ലാഹുവിനെ അറിയുന്ന ഇൽമാണ് ഏറ്റവും വലിയ ഇൽമ്. അതിനേക്കാൾ വലിയ അറിവില്ല. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിച്ചു തന്ന കാര്യം മനസ്സിലാക്കിയവരാണ് ഫുഖഹാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ നിസ്കാരത്തിലെ ഒരു മസ്അല ഇവിടെയുള്ള ഉസ്താദിനോട് വന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ. ഉസ്താദ് നേരെ പറയും ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്. അത് എവിടെ നിന്നാണ് ഉസ്താദെ കിട്ടിയത്? അത് ഫത്ഹുൽ മുഈനിൽ നിന്ന്. ഫത്ഹുൽ മുഈൻ എത്രയോ കാലത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കേരളത്തിൽ ജീവിച്ച ഒരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമല്ലേ? അപ്പോൾ ഫത്ഹുൽ മുഈനാണോ ഇസ്ലാമിന്റെ അടിസ്ഥാനം? അല്ല മോനെ. ഈ ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ സ്വന്തം ചിന്തയിൽ നിന്ന് സ്വന്തം ഉണ്ടാക്കിയ നിയമം അല്ല. അതിന് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഹാഫിൾ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്. അപ്പോൾ ഹാഫിൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും തുഹ്ഫയും ആണോ നിങ്ങളുടെ അടിസ്ഥാനം? പ്രാമാണികമായ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥം അല്ല. മഹാനായ ഹാഫിൾ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ എഴുതിയത് ബഹുമാനപ്പെട്ടവരുടെ ചിന്തയിൽ നിന്നല്ല, ബഹുമാനപ്പെട്ടവരുടെ സ്വന്തം നിയമങ്ങളല്ല, മറിച്ച് അതിനു മുമ്പ് ജീവിച്ചിരുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന കിതാബിന്റെ വ്യാഖ്യാനമാണ്. അപ്പോൾ നവവി ഇമാമു തങ്ങളുടെ മിൻഹാജും ഇമാം നവവി തങ്ങളുമാണോ
ഇസ്ലാമിന്റെ അവസാന വാക്യം അല്ല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ് എഴുതിയത് അവരുടെ മുൻഗാമിയായ ഇമാമുന റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഹറർ എന്ന കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ റാഫിഈ ഇമാം തങ്ങളും മുഹററുമാണോ നിങ്ങളുടെ അടിസ്ഥാനം? അല്ല. ബഹുമാനപ്പെട്ടവർ ആ ഗ്രന്ഥം എഴുതിയത് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പല ഗ്രന്ഥങ്ങളെയും വജീസ്, അസീസ്, ബസീത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഗസാലി ഇമാമുതങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളുമാണോ ഈ ഇസ്ലാമിന്റെ അവസാന വാക്യം? അല്ല. ബഹുമാനപ്പെട്ടവർ ആ ഗ്രന്ഥം എഴുതിയത് ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബി വദിറായത്തുൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇമാം ഹറമൈനി തങ്ങളും അവിടുത്തെ നിഹായിയുമാണോ ഇസ്ലാമിന്റെ ഏറ്റവും ഫൈനൽ അടിസ്ഥാനം? അല്ല. ബഹുമാനപ്പെട്ടവർ ആ ഗ്രന്ഥം എഴുതിയത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തെയും മറ്റു ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥം അവിടുന്നും അവിടുത്തെ ഗ്രന്ഥവുമാണോ ഫൈനൽ? അല്ലല്ലോ. അവിടുന്ന് ആ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തത് രണ്ടു മാനദണ്ഡങ്ങളിലാണ്. ഒന്ന്, ഇദാ സഹൽ ഹദീസു ഫദാക മദ്ഹബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന്, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് അത് പഠിച്ചെടുക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞുകൊടുത്ത പ്രധാന ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് അൽ മദനി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ മദീനയിൽ ജീവിച്ചിരുന്ന ഇമാം മാലിക് തങ്ങളാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? യഥാർത്ഥ ഉസ്താദ് അവിടെ നിൽക്കില്ല. അവിടുത്തെ ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട സ്വഹാബിയുൽ ജലീൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് എന്താണ്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഞാൻ അല്ലാഹുവിൽ നിന്നുള്ളതല്ലാതെ ഒന്നും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നാട്ടിലെ ഉസ്താദ് ഫത്ഹുൽ മുഈനിൽ നോക്കി പറഞ്ഞു തന്ന നിയമം അടിസ്ഥാനപരമായി വഹയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലഭിച്ചിട്ടുള്ളതാണ്. അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇൽമിന്റെയും ദീനിന്റെയും അടിസ്ഥാനം. ഈ റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും സഞ്ചാര വഴി ഈ വഴിയിലൂടെയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ലോകത്തെ പഠിപ്പിച്ചത് ഈ മഹത്തായ മാർഗമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം, നമ്മളെല്ലാവരും ഇൽമ് പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ തലമുറയ്ക്ക് നല്ല ഇൽമ് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവർ, അല്ലാഹുവിനെ ഏറ്റവും ഭയഭക്തിയോടെ കാണുന്നവർ, പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ ഖൽബിൽ കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകുന്നവർ ആരാണ്? അല്ലാഹുവിനെ അറിഞ്ഞ ആലിമീങ്ങളാണ്. നമ്മുടെ മക്കൾ ഇൽമിന്റെ അഹ്ലുകാരാവണം. വേറെ ഏത് ആകുന്നതിനേക്കാളും വലുതാണ് നമ്മുടെ മക്കൾ അല്ലാഹുവിനെ അറിയുന്ന ആലിമുകളാവുക, ഇൽമിന്റെ അഹ്ലുകാരാവുക എന്നത്. ഇതാണ് ആദ്യം എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ നന്നായി അല്ലാഹുവിനെ അറിയുന്ന ഇൽമ് കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പുതിയ തലമുറ, അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഇൽമ പഠിക്കണം. പുരുഷന്മാര് മാത്രം ഇൽമ പഠിച്ചാൽ പോരാ, സ്ത്രീകളും ഇൽമ പഠിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ, സ്വഹാബിയാത്തുകളിൽ ഏറ്റവും വലിയ ആലിമയാണ്. അവിടുന്ന് റിവായത്ത് ചെയ്ത ഹദീസ് അത് വിശദീകരിക്കാൻ സ്വന്തം തന്നെ ഇസ്തിലാഹ് വേണം.
എന്ന് പറയാൻ മാത്രമുള്ള മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ നേതൃത്വത്തിൽ വന്ന 4 ഖലീഫമാരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അറിവ് അന്വേഷിച്ചിട്ടുണ്ട്, ഫത്വ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ആ 4 പേര്? കേവലം ഖലീഫമാരല്ല. ഒന്നാമത്തെ ഖലീഫ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ കൂടിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ഖലീഫ അറബ് ലോകത്തും ലോക ചരിത്രത്തിലും അറിയപ്പെട്ട ധീരനായ നേതൃത്വവും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഒരാളായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശം കാക്കയാണ്. അതോടൊപ്പം ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫത്വകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്. ഒരു മകൾ വഫാത്തായപ്പോൾ അടുത്ത മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ 2 മക്കളുടെ ഭർത്താവാണ്. അതോടൊപ്പം ജാമിഉൽ ഖുർആൻ, ഖുർആനിനെ വ്യവസ്ഥാപിതമായി സമാഹരിച്ച് ലോകത്തെ എത്തിച്ച സ്വഹാബികളിൽ പ്രമുഖരാണ്. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാനാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. 4ാമത്തെ ഖലീഫ ആരാണ്? വേറെ ആരുമല്ല, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഇൽമിന്റെ കവാടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. എല്ലാ ഇമാമുകളുടെയും ഇമാമാണ്. അവിടുന്ന് അറിവിന്റെ കവാടമാണല്ലോ. ആ അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫത്വ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഇൽമ പഠിക്കുക, ഇൽമുള്ള സ്ത്രീകളോട് പുരുഷന്മാരായ പണ്ഡിതന്മാരും ഫത്വ ചോദിക്കുക എന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഇൽമ പഠിക്കണം സ്ത്രീകളും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? അല്ലാഹുവിനെ അറിഞ്ഞ് നഫീസത്തുൽ ഇൽമി വൽ മഅരിഫ, മഹദി അവர்கள் അറിയപ്പെടുന്നത് അങ്ങനെയാണ്. നഫീസത്തുൽ ഇൽമി വൽ മഅരിഫ, അറിവിന്റെയും ആത്മജ്ഞാനത്തിന്റെയും രത്നം എന്നറിയപ്പെടുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നല്ല ഇൽമുള്ളവരാണ്. മദീനയിൽ നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുവത്ത ഓതി പഠിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. എന്നാൽ മുജ്തഹിദത്തല്ല. ശാഫിഈ ഇമാം തങ്ങൾ മുത്ലഖ് മുജ്തഹിദാണ്. അതുപോലെയുള്ള 4 മദ്ഹബിന്റെ ഇമാമുകൾ സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാൻ അസ്-സൗരി, ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ, അവരെല്ലാം മുത്ലഖ് മുജ്തഹിദുകളാണ്. ബഹുമാനപ്പെട്ട ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള മഹത്തുക്കളായ മുത്ലഖ് മുജ്തഹിദുകളായ ഇമാമുകളുടെ ദറജ എത്തിച്ചവരല്ല നഫീസ റളിയല്ലാഹു അൻഹ. എന്നാൽ ഇൽമിന്റെയും ഇബാദത്തിന്റെയും വലിയ വിലാസമാണ്. ആ നഫീസ റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാൻ പറഞ്ഞു വിട്ടത് ആരാണ്? മുത്ലഖ് മുജ്തഹിദുകളുടെ നേതാവായ, മുജ്തഹിദുകളുടെയും ഇമാം എന്ന് പറയാൻ പറ്റുന്ന ഇമാമുൽ അഇമ്മ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാൻ പറയും. ചിലപ്പോൾ റബീഉ റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനോട് പറയും, മോനെ നഫീസ ഉമ്മാന്റെ അടുക്കൽ പോയി പറയണം എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പൊ സ്ത്രീകൾ ഇൽമ പഠിക്കുക, ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അറിയുന്ന നല്ല സജ്ജനങ്ങളായി ഉയർന്നാൽ അവരെ ബഹുമാനിക്കാൻ പുരുഷന്മാർക്ക് ഒരു മടിയും ഇല്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് മഹദികളുണ്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് മഹദികൾ ഉണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തിൽ തന്നെ മഹദികളിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ട പല ഹദീസുകളും ഉണ്ട്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അവരുടെ മകളിൽ നിന്ന്
അങ്ങനെ ഇമാം ബുഖാരി തങ്ങളിലേക്ക് 3 താബിഈയത്തും ഒരു സ്വഹാബിയത്തിലേക്ക് എത്തിയ ഹദീസ് പ്രത്യേകം അയിമ്മത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഹദീസിന്റെ ലോകത്ത് ആയിരക്കണക്കിന് സ്ത്രീരത്നങ്ങൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരെ സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം, 41 വോള്യമുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് മുഹദ്ദിസാത്തുകളായ സ്ത്രീകളെ മാത്രം പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. നിങ്ങൾ അറിയുമോ? അപ്പൊ ഇൽമു പഠിക്കുക എന്നത് നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പഠിക്കണം. നല്ല ആലിമകളും ആവണം. അപ്പോൾ വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ടാകും. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ? സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഫത്ഹുൽ ബാരി എഴുതിയതിനു ശേഷം ഇനി ബുഖാരി ഷരീഫിന് ഒരു വ്യാഖ്യാനമില്ലെങ്കിലും ബുഖാരി മനസ്സിലാക്കാൻ അത് മതി. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ. ഫത്ഹുൽ ബാരി എഴുതിയ ശേഷം ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം വേണ്ട, അത് മര്യാദക്ക് നോക്കി പഠിച്ചാൽ മതി എന്നാണ് അയിമ്മത്ത് പറഞ്ഞത്. പിൽക്കാലത്ത് വന്ന ബുഖാരി ഷരീഫിന്റെ വ്യാഖ്യാനങ്ങളിൽ മുഴുവനും ഏത് വിഭാഗക്കാരായാലും ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഭാര്യ ഉൻസ ഖാത്തൂൻ എന്നവർ വലിയ മുഹദ്ദിസത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നാൽ അവർ തമ്മിലുള്ള ചർച്ച എന്താണ്? ഭക്ഷണത്തെക്കുറിച്ചല്ല, ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ചല്ല, മറിച്ച് എന്തായിരുന്നു? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാർ, അവരിൽ സ്വീകരിക്കപ്പെടുന്നവർ ആരാണ്? അസ്മാഉർ റിജാൽ, ഹദീസ് നിവേദനം ചെയ്യുന്ന പണ്ഡിതന്മാരെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഉൻസ ഖാത്തൂൻ എന്ന മഹദിയോട് ഭർത്താവായ ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമി അസ്ഖലാനി തങ്ങൾ നടത്തിയിരുന്നത് എന്ന് നിസാഉം മിനത്ത് താരീഖ് എന്ന ഗ്രന്ഥത്തിൽ അഹ്മദ് ഖലീൽ ജുമഅ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങളുടെ മക്കൾ, ഇമാമുകളുടെ ഭാര്യമാർ, അവരെല്ലാം വലിയ ആലിമകളായിരുന്നു. മുസനി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ വലിയ ഫഖീഹത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിലെ പുരുഷന്മാരോട് സ്ത്രീകൾക്ക് മസ്അല ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലിഅന്നഹാ കഫത്ത് അൽ ജമീഅ, എല്ലാ ഫന്നിലും അവർ ഉന്നതയായിരുന്നു. ഏത് വിജ്ഞാനത്തിൽ ചോദിച്ചാലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന മഹദിയായിരുന്നു മുസനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ. മുസനി ഇമാം തങ്ങളോ ഇമാമുന ശാഫിഈ തങ്ങളുടെ നേരെ ശിഷ്യനാണ്. ഏതായാലും അങ്ങനെ ഒരു ഇൽമിയായ പരിസരമുണ്ടായാൽ അള്ളാഹുവിനെ ഭയക്കുന്നവർ ഇവിടെ ഉണ്ടാകും. കേവലം വിവരം മാത്രമുണ്ടായാൽ പോരാ. ഇന്ന് അറബി കോളേജുകളുണ്ട്, ബിരുദധാരികളുണ്ട്. ബിരുദങ്ങളുടെ എണ്ണം എണ്ണിയാൽ തീരാത്ത അത്രയും ബിരുദങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. തഖ്വയുള്ള ആലിമീങ്ങൾ വേണം. അതിനെന്തു വേണം? ചെറുപ്പത്തിലെ തന്നെ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേണം. അത് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കും. എന്താണ് നമ്മുടെ വീട്ടിൽ ചെറുപ്പത്തിലെ വേണ്ട കാര്യം? ഈമാൻ ഉള്ള ഒരു കുടുംബം ഉണ്ടാകണമെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനം വേണം. അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ്, സ്വീകരിക്കേണ്ടതാണ് എന്ന് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. വഫുസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി, ജൗഹറത്തു തൗഹീദിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു, നമ്മുടെ ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തലാണ്. ആ തസ്ദീഖിൽ ഏറ്റവും പ്രധാനമേതാണ്? അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. അത് അവിശ്വസിക്കേണ്ടതല്ല, വിശ്വസിക്കേണ്ട കാര്യമാണ്.
അതുകൊണ്ട് ആദ്യം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ സിഫത്ത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, ലോകത്തുള്ള എല്ലാ ഇൽമും അവർക്ക് നൽകുന്നതിന് മുമ്പ് ആദ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്തി, മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായത് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലിമു ഔലാദക്കും ഹുബ്ബ നബിയിക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്. അത് ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവരണം. ഉമ്മമാര് മക്കളെ താരാട്ടുന്ന സമയത്തു തന്നെ മൊബൈലിൽ പാട്ട് കേൾപ്പിക്കുകയല്ല, മൊബൈല് കാണിച്ചു കൊടുക്കുകയല്ല. ആ മക്കൾക്ക് പാലൂട്ടുന്ന സമയത്തു തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് പാലൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണം, ദുറൂദ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചെറുപ്പത്തിലേ നമ്മുടെ മക്കളുടെ കൽബിൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാപിച്ചു കൊടുത്താൽ ആ മക്കൾ നേർവഴിക്ക് വരും. ചെറിയ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഒരു സയ്യിദ് നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങള് ചെറിയ മക്കളോട് വീട്ടിൽ പറയും, മോനെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? പോണം. അപ്പൊ മക്കൾ ചോദിക്കും, സ്വർഗത്തിൽ പോയാൽ എന്താ കിട്ടുക? അപ്പൊ മക്കളോട് പറയും, സ്വർഗത്തിൽ പോയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. കുട്ടിയൊക്കെ അത്ര മതി. ആ ഒരവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സ്വർഗത്തിലെത്തണം എന്ന അവസ്ഥയിലേക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഇന്നൊരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ഗ്രന്ഥമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേര് ഈ സദസ്സിലുണ്ട്? സ്റ്റേജിലുള്ളവരോടല്ല ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ ഒരു ഗ്രന്ഥമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേര് ഈ സദസ്സിലുണ്ട്? കൈവക്കാൻ പറഞ്ഞ വിഷമാവൂ? കൈവക്കണ്ട. നിങ്ങൾ സ്വന്തം ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചു പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് നേരം കിട്ടുന്നില്ല? ഓരോ ദിവസവും നമ്മുടെ മൊബൈലിൽ എത്ര മെസ്സേജുകളാണ് നമ്മൾ നോക്കുന്നത്? വാട്സപ്പ് എത്രയാണ് നമ്മൾ കാണുന്നത്? എല്ലാ സമയത്തും കൈ മറന്നുപോയാലും മൊബൈൽ മറന്നുപോയില്ല. കൈ ചിലപ്പോൾ എവിടെങ്കിലും വെച്ച് മറന്നുപോകും, എന്നാലും മൊബൈൽ മറന്നുപോയില്ല. ആ നിലക്ക് നമ്മളോട് മൊബൈൽ ചേർന്ന് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് എത്രയോ പരിപാലിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിക്കണം, ചെറുപ്പത്തിലെ പഠിക്കണം, പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് പഠിക്കുമ്പോഴാണ് അവിടത്തോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ ഏറിയേറി വരുന്നത്. ലോകത്ത് മില്യൺ കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 10000 അല്ല, ലക്ഷമല്ല, മില്യൺ കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ. എന്നിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഏത് രാജ്യത്ത് പോയാലും പരമാവധി ഒരു ബുക്ക് ഷോപ്പിൽ കയറാൻ ശ്രമിക്കും.
അങ്ങനെ മിക്കപ്പോഴും ഒരു കുത്തുബ്ഖാനയിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുതിയ ഗ്രന്ഥമെങ്കിലും ഇല്ലാതിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗ്രന്ഥമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ ഒരു ഗ്രന്ഥമെങ്കിലും ഇല്ലാതിരിക്കില്ല. അത്രയും ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കപ്പെടുന്നുണ്ട്, എഴുതപ്പെടുന്നുണ്ട്. നമ്മളാകുന്ന സാധാരണക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ സമയമുണ്ടോ? നമ്മൾ സമയം കണ്ടെത്തണം. ഉമ്മപെങ്ങന്മാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, വീട്ടിൽ ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരധ്യായം വായിക്കണം. ഒരധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിക്കണം. അപ്പോഴാണ് വീട് ബറക്കത്തുള്ള വീടായി വരിക. നമുക്കറിയാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും ഓരോ അധ്യായം വായിച്ചാൽ ജീവിതാവസാനം വരെ വായിച്ചാലും തീരുകയില്ല. ജീവിതാവസാനം വരെ വായിച്ചാലും തീരൂല. അൽഹംദുലില്ലാഹ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 1423 ദിവസം കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നമ്മൾ അവലംബിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ തന്നെ ചെറിയ ഭാഗമേ എത്തിയിട്ടുള്ളൂ. 1423 ദിവസം കൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു വർഷം ഏകദേശം കന്നഡയിലും വന്നിരുന്നു, വാട്സപ്പിലും മറ്റും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി എഴുതുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ദിവസവും ഒരധ്യായം വായിച്ചാൽ ജീവിതകാലം മുഴുവനും വായിച്ചാലും തീരാത്ത ലോകമാണ് സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ അറിയുമോ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്നും നമ്മൾ കേൾക്കുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഏതായാലും കേൾക്കുന്നില്ലേ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്താണ് ആ ആയത്തിന്റെ ആശയം? ഇന്നല്ലാഹ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുന്നു. അസ്സലാത്തു അസ്സനാഉ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നു, പ്രശംസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു ഒരാളെ പ്രശംസിച്ചാൽ പിന്നെ ആരും പ്രശംസിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു ഒരാളെ തെരഞ്ഞെടുത്താൽ വേറെ ആരുടെയും തെരഞ്ഞെടുപ്പ് വേണ്ട. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രശംസ അത് പറഞ്ഞാൽ സമയം കുറെ പോവും. ഞാൻ ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് ദീർഘിപ്പിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രശംസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങളും പ്രയോഗങ്ങളും നോക്കിയാൽ അത്ഭുതപ്പെടും. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയിരിക്കും പോലെയാ. എന്ന് പറഞ്ഞാൽ തങ്ങള് ആകാശത്തേക്ക് നോക്കണത് കാണുന്നുണ്ട് നബിയേന്ന്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് എങ്ങോട്ടാ നോക്കണത് എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ എന്ന ഒരു സ്നേഹത്തിന്റെ രീതിയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം അല്ലാഹു പരിഗണിച്ചു. എന്നിട്ട് പറഞ്ഞു ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. തങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നിസ്കാരം അല്ലാഹുവിനുള്ള ഇബാദത്താണ്.
അതിലെങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അള്ളാഹു തആല പറഞ്ഞു, തങ്ങളുടെ ഇഷ്ടത്തിനായിക്കോട്ടെ. ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളാഹ, തങ്ങളുടെ ഇഷ്ടം പോലെ കഅബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചതാണ് നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. അല്ലാഹുവിന്റെ ഇഷ്ടമാണത്. ഖുദാ കി റസാ चाहते हैं दो आलम, खुदा चाहता है रज़ाए मुहम्मद സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവനും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുകയാണ്. അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം നേടണം, എന്നാൽ എന്റെ ഇഷ്ടം തരാം. അപ്പൊ അള്ളാഹു സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇന്നോ നാളെയോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യം തന്നെ മതി, തഹ്വീലുൽ ഖിബ്ല. കാരണം നിസ്കാരം അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിൽ എങ്ങോട്ട് തിരിയണമെന്നത് അല്ലാഹുവിന്റെ പരമ തീരുമാനത്തിൽപ്പെട്ടതാണ്. അതിൽ അല്ലാഹു തീരുമാനിച്ചു, ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചോ. തങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണല്ലോ, വിട്ടു തന്നിരിക്കുന്നത്. ഇത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചാൽ പിന്നെ ആരുടെയും പ്രശംസ ആവശ്യമില്ല. പക്ഷേ അല്ലാഹു തആല മലക്കുകളെ പരിഗണിക്കുകയാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. വമലായികതഹു യുസല്ലൂന അലൻ നബി, മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുന്നു. മലക്കുകൾ ഇപ്പൊ എത്ര ഉണ്ടാവുക? ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അല്ലാഹുവേ അറിയൂ. ഓരോ ദിവസവും 70,000 മലക്കുകൾ വന്നു പോകുന്ന ബൈത്തുൽ മഅമൂറിൽ ഒരിക്കൽ വന്ന മലക്ക് പിന്നെ വരില്ല. അപ്പൊ എത്രങ്ങാനും മലക്കുകൾ ഉണ്ടാവും? ബൈത്തുൽ മഅമൂറിൽ ഒരിക്കൽ വന്ന 70,000 മലക്കുകൾ പിന്നെ വരില്ല. അങ്ങനെ ദൈനംദിനം മലക്കുകൾ വന്നു പോകുന്നു ബൈത്തുൽ മഅമൂറിൽ. അവിടെ മാത്രമല്ലല്ലോ മലക്കുകൾ എത്രയോ വിശാലമായ ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മാത്രമല്ല, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവര് പരമപവിത്രരായ മലക്കുകളാണ്. പരമപവിത്രനാണ് അവർ. അല്ലാഹ് പറഞ്ഞ മാതിരി മാത്രം ജീവിക്കുന്നവരാണ്. ആ മലക്കുകൾ സ്വലാത്ത് ചെയ്യുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് കാണിക്കുന്ന ഒരു ഔദാര്യാണ്. അള്ളാന്റെ സ്വലാത്ത് മതി. പോരെങ്കിൽ മലക്കുകളാകുന്ന സൃഷ്ടികളുടെ സ്വലാത്ത് ഉണ്ട് ഒരു അലങ്കാരത്തിന്. പിന്നെ നമുക്ക് അല്ലാഹു തന്ന ഔദാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, നിങ്ങൾ വിശ്വസിച്ച എന്റെ അടിമകളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണം. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവും, ഇപ്പൊ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സമ്മാനമൊക്കെ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കയ്യിരിക്കട്ടെ നിങ്ങൾ വിചാരിക്കണ്ട. ആ ആയത്തിന്റെ തഫ്സീർ ഹദീസിൽ വരുന്നു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണത്, എനിക്കൊന്നും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനമാണത്. നിങ്ങൾ ഒരു സ്വലാത്ത് എന്റെ മേൽ ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ ഗുണം എനിക്ക് 10 വോട്ടല്ല, ഞാനെടുത്ത MLA ആവാനല്ല, ഞാനെടുത്ത MP ആവാനല്ല, എനിക്കെന്തെങ്കിലും കിട്ടാനല്ല. ദാനം കൊടുക്കേണ്ട റബ്ബ് ആദ്യമേ സ്തുതിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
ഇഷ്ടപ്രകാരം മാത്രം സേവനം ചെയ്യുന്ന അടിമകൾ, ആ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തന്ന ഒരു ചാൻസ് ആണല്ലോ സ്വലാത്തും സലാമും ചൊല്ലാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഒരു സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് കിട്ടും. ഒരു ഗുണം എനിക്ക് കിട്ടുമെന്നല്ല, 10 ഗുണം എനിക്ക് കിട്ടുമെന്നല്ല, ഒരു ഓട്ടെനിക്ക് കിട്ടിയെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിനുള്ള സമ്മാനം, പ്രതിഫലം നമുക്കാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലണം എന്ന കൽപ്പന അത് നമുക്ക് അല്ലാഹു തന്ന ഒരവസരമാണ്. നമ്മൾ ചെയ്യുന്നൊരു ഡ്യൂട്ടി അല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. അള്ളാഹു നമുക്ക് തന്നൊരു ചാൻസാ. അള്ളാഹുവും മലക്കുകളും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പ്രശംസയുടെ കൂടെ നിങ്ങൾക്കും ചേർന്ന് നിൽക്കാനൊരു ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോളി. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്, ആ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നതല്ലേ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ആരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നേരത്തെ ഞാൻ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചവരുണ്ടോന്നാണ്. കൈവക്കാൻ ഞാൻ പറയാഞ്ഞെന്താ, കുറെ ഉസ്താദുമാരൊക്കെ ഉണ്ട്, പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ടാ. എന്നാൽ അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കിതാബ് കൂടി, ഒരു പുസ്തകം കൂടി, ഒരു ഗ്രന്ഥം കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുന്നവരെന്ന് കൈവക്കേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വായിച്ചവരൊന്നും കൂടി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും നമ്മൾ വായിച്ചു തീർക്കണം. തീരുമാനിക്കല്ലേ? ഒന്ന് കൈവക്കിയാലേ പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൈവക്കിച്ചത് ഞാൻ നാളെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കാനല്ല. നിങ്ങൾ ആരൊക്കെ കൈവക്കിയെന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. അത് നമ്മളിൽ ഒരു തീരുമാനം ഉണ്ടാവാനാണ്. നിയ്യത്ത് ചെയ്യലാണ് നിർബന്ധം. നിയ്യത്ത് പറയൽ സുന്നത്തേ ഉള്ളൂ. എന്തിനാണ്? ലിയുസാഇദൽ ലിസാനു അൽ ഖൽബ. ആ നിയ്യത്ത് പറയുമ്പോ കൽബിലൊരു ഒരുക്കം വരും. എന്ന പോലെ കൈവെക്കുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും, ഞാൻ എന്നാ സദസ്സെന്ന് കൈവെക്കല്ലോ, അതുകൊണ്ട് എനിക്ക് ബുക്ക് വായിക്കണം. അത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവാനാണ് കൈവെക്കാൻ പറയുന്നത്, അല്ല എനിക്ക് കാണാനല്ല. ഞാൻ കണ്ടിട്ട് എന്താ, കണ്ടില്ലെന്താ? അപ്പൊ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന റബീഉൽ അവ്വലിനുള്ളിൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ഗ്രന്ഥമെങ്കിലും നമുക്ക് വായിക്കണം. അറിയുമോ ഉമ്മമാരെ, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിക്കപ്പെടുന്ന പോലെ, പറയപ്പെടുന്ന പോലെ ഒരാളെ കുറിച്ച് ലോകത്ത് പറയപ്പെടുന്നില്ല. കാരണം എന്താണ്? മഹാനരായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. ആ സ്വഹാബി പറയുകയാണ്, ഖദംതു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്. 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു. മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത. ഒരു കാര്യം ചെയ്തിട്ട് എന്താ അനസ് അങ്ങനെ ചെയ്തത് എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. മാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്ത. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതിന് 10 കൊല്ലം സേവനം ചെയ്ത ആളാ. ഏത് 10 കൊല്ല? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള 10 കൊല്ല. നമ്മളെ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലം ഒന്ന് ആലോചിച്ച് നോക്കെ. ഏറ്റവും പൊട്ടിത്തെറി കാല, ഏറ്റവും കച്ചറുണ്ടാക്കുന്ന കാല. 10 വയസ്സുള്ള മക്കളുണ്ടല്ലോ നമ്മുടെ. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ 10 വയസ്സേ ഉള്ളൂ. ആ 10 വയസ്സുള്ള മോനാണ് പിന്നെ 20ാമത്തെ വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ രാവും പകലും വീട്ടിലും നാട്ടിലും യാത്രയിലും ഒക്കെ കൂടെ ഉണ്ടായി. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്ത. എന്താ അനസ ചെയ്യാഞ്ഞത് എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല.
വമാ ലാമനി ഖത്തു, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വമാ ശതമനി ഖത്തു, ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. വമാ ഖാലലി ഖത്തു ബിഅസ മാ സനഅത, അത് ചെയ്തത് ശരിയായില്ലടോ എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് വേറെ ആരുണ്ട്? 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്നെ മഹാ ആദരവോടുകൂടി വിളിക്കും, വാത്സല്യത്തോടുകൂടി വിളിക്കും. അവ ചില വിളവന്മാരായ മുത്തഅല്ലിമീങ്ങളെ ഹദീസ് ഓതി കൊടുക്കുമ്പോൾ പറയും, അത് അനസ് റളിയല്ലാഹു അൻഹു അത്ര പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ്. അനസ് റളിയല്ലാഹു അൻഹു അത്ര ശ്രദ്ധയുള്ള ആളായിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ച് ഒന്നാമത്തെ ഒരു മറുപടി ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്ദീലിനേക്കാൾ വലുതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്ദീൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹത്വം പറഞ്ഞപ്പോൾ എന്തായാലും അനസ് റളിയല്ലാഹുവിനേക്കാൾ മേലെയല്ലേ? അപ്പൊ നിങ്ങളുടെ തഫ്ദീലിന്റെ മഖാമ് മാറിപ്പോയി. അതവിടെ കട്ടെ. ഇനി അടുത്തൊരു കാര്യോ, അനസ് റളിയല്ലാഹുവിന്റെ കുട്ടിയല്ലേ, കുട്ടീന്നുണ്ടാകാവുന്നൊക്കെ അനസ് റളിയല്ലാഹുവിന് ഉണ്ടായിക്കണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മോനെ പോയിട്ട് ആ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പോകില്ല. ആ കുട്ടിക്കുറുമ്പിൽ വേറെ ദേഷ്യമൊന്നുമല്ല. അപ്പൊ അനസ് റളിയല്ലാഹു പറയണ്ടേ, എന്റെ മനസ്സിൽ പോണം തന്നെ ഉള്ളത്, ഞാൻ വെറുതെ ഇങ്ങനെ കുട്ടികളെ മാതിരി ചൊടിച്ചിട്ട് പറഞ്ഞു ഞാൻ പോകില്ല. അങ്ങനെ പോയ വഴിക്കൊരു കളി കണ്ട് അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരമായിട്ടും കാണുന്നില്ല അനസിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി, അനസ് മോൻ എങ്ങോട്ടാ പോയെന്ന് നോക്കാൻ. പോയപ്പോ ഇങ്ങനെ കളി കാണുന്നുണ്ട്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, ദൂരത്ത് നിന്ന് തന്നെ ഒരു വടിയൊക്കെ അടിച്ച് മെല്ലെ ഇങ്ങനെ പോയിട്ട് ബാക്കിൽ കൂടെ തല്ലാണ്ട് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വന്നു. അനസ് മോൻ കളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം അനസ് മോന്റെ വലത്തെ തോളിൽ വെച്ചു. അനസ് മോൻ നോക്കണ സ്ഥലത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നല്ല രസമുണ്ട് കളി അല്ലേ മോനെ? ഞെട്ടിപ്പോയി അനസ് റളിയല്ലാഹു അൻഹു. എന്താ പോയത്? അപ്പൊ വേഗം ഞാൻ ഓടിപ്പോയിട്ട് എന്ത് കാര്യത്തിനാണോ അയച്ചത് അത് നിർവഹിച്ചു. അപ്പോഴും എന്നോട് എന്താടാ പോഞ്ഞതെന്നോ എന്തടോ പോഞ്ഞതെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു വായിക്കുമ്പോൾ അസൂയ വരും. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലത്ത് ലോകത്തിന്റെ നേതാവിന്റെ കൂടെ നിന്നിട്ട് ഇത്ര ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു വായിക്കുമ്പോൾ അസൂയ തോന്നും. എന്തൊരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു എന്ന 10 വയസ്സുള്ള പൊന്നുമോനൊപ്പം 10 കൊല്ലം ജീവിച്ചപ്പോ എന്താ സമ്മാനം കൊടുത്തതെന്നറിയോ? സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു ദുആഇ ലി അനസ്. സഹീഹുൽ ബുഖാരിയിലെ ഹെഡിങ്ങിന്റെ പ്രത്യേകത എന്താ? റൗളയിൽ നിന്നാണ് ഹെഡിങ് എഴുതിയത്. 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഹെഡിങ് എഴുതിയത്. തറാജുമുൽ ബുഖാരി മുഴുവനും മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെയും മിൻബറു ശരീഫിന്റെയും ഇടയിലുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്ന. ലക്ഷക്കണക്കിന് ഹാജിമാര് ആ ഒരു 20 മിനിറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന റൗള ലോകത്ത് വേറെ എവിടെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സ്ഥലം? മില്യൺ കണക്കിന് ആളുകൾ അപ്പം മദീനയിലെത്തുന്നത്. എല്ലാവരും ആ ഒരു 20 മിനിറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ. അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് തൗഫീഖ് തരട്ടെ. അത് നാളെ സ്വർഗത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുവേ നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കത്ത് കൊടുത്തതിനേക്കാൾ വലിയ അനുഗ്രഹം എനിക്ക് മദീനത്ത് വേണമെന്ന്.
മക്കത്ത് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്നൊരു കല്ല് കൊടുത്തു, അതാണ് ഹജറുൽ അസ്വദ്. മദീനത്ത് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്നൊരു തോട്ടം കൊടുത്തു, അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. അങ്ങനെയും പറയാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു 3 വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ ആ റൗളയിൽ നിസ്കരിച്ചവർ നാളെ സ്വർഗ്ഗത്തിലെത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തന്ന സമ്മാനമാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ വ്യാഖ്യാനം, നാളെ ഈ ഭാഗം സ്വർഗ്ഗത്തിലേക്ക് നഖൽ ചെയ്യപ്പെടും. ഏതായാലും അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ആ റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിലെ ഓരോ ഹെഡിങ്ങുകളും ഇമാം ബുഖാരി തങ്ങൾ എഴുതിയത്. അതിൽ ഒരു ഹെഡിങ് ആണ് ബാബു ദുആഇ ലി അനസ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണത്. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ എത്ര നേരം പറയണം? 2 റക്അത്ത് നിസ്കരിച്ചിട്ടാ ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാൻ ഏറ്റവും ചുരുങ്ങിയത് 15,000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എത്ര? 15,000 റക്അത്ത്. ഏറ്റവും ചുരുങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലഭ്യമായ ഹദീസിന്റെ എണ്ണം വെച്ച് നോക്കിയാൽ എത്രയാണ് ഓരോ ഹദീസ് മാറ്റിവെച്ചത് നമുക്കറിയില്ല. അപ്പൊ എത്രയാണെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് എന്ന് പറഞ്ഞാൽ മഹബത്ത് ഗ്രൂപ്പിൽ എണ്ണം പറയലല്ല, അവിടുത്തെ സുന്നത്തിനും ഹദീസിനും ഖിദ്മത്തിനുമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോടുള്ള ബഹുമാനത്തിനാണ് ഈ 10,000 റക്അത്ത് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് എഴുതുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന കണിശതയ്ക്ക് വേണ്ടിയാണ് ഈ 10,000 റക്അത്ത് നിസ്കരിച്ചത്. അറിയോ നമ്മളുടെ അടുക്കൽ മഹബത്ത് എവിടെ? നമ്മളുടെ അടുക്കൽ ബഹുമാനം എവിടെ? നമ്മൾ ഏത് ലോകത്ത് ജീവിക്കുന്നു? അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹെഡിങ് എഴുതിയ ആ ഹദീസിൽ ഹെഡിങ്ങിന് 2 റക്അത്ത് വേറെ, റൗളയിൽ ഹദീസിന് വേറെ 2 റക്അത്ത്. അവിടെ എഴുതിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വബാരിക് ലഹു ഫീ ഉംരിഹി വബാരിക് ലഹു ഫീ വലദിഹി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുള്ള ദുആ എന്താ? അല്ലാഹുവേ, എൻ്റെ അനസിന് നല്ല നിഅമത്ത് കൊടുക്കണേ അല്ലാഹ്. എൻ്റെ അനസിന് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. എൻ്റെ അനസിന് നല്ല വയസ്സ് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ആ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ പോലെ 100 വയസ്സ് വരെ ജീവിച്ചു. 20ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായില്ലേ? പിന്നെ 80 കൊല്ലത്തിലേറെ ജീവിച്ചു. അവസാനം വഫാത്തായ സ്വഹാബികളിൽ പ്രമുഖനും ഇറാഖ് പ്രവിശ്യയിലെ അവസാന വഫാത്തായ സ്വഹാബിയും ആണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ഹനീഫ തങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ താബിഈയാണ്. വേറെയും സ്വഹാബത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സ് വരെ ജീവിച്ചു. ബസറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജീവിച്ചപ്പോ എങ്ങനെയാ ജീവിച്ചെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 40 കൊല്ലം ഓതി സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു താബിഈ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 40 കൊല്ലം താമസിച്ച സ്വഹിബ അനസൻ 40 സന ആ സാബിത്തുൽ ബുനാനി തങ്ങളും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളോടൊപ്പം കഴിഞ്ഞ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ താമസിച്ച മറ്റൊരു താബിഈയാണ് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു.
മുഹമ്മദ് ബിൻ സിരീൻ നിങ്ങളെ അറിയാത്ത ആരും ഉണ്ടാവില്ല. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവ്, താബിഈയാണ്, അനസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്, ബസ്രയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മുഹമ്മദ് ബിൻ സിരീൻ തങ്ങളും സാബിത്തുൽ ബുനാനി തങ്ങളും ഒക്കെ പറയുന്നത് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് അവിടുത്തെ ചെരുപ്പ് കൊണ്ട് നടന്നു, അവിടുത്തെ ഷഅർ മുബാറക്ക് കൊണ്ട് നടന്നു. ചിലപ്പോ വളരെ പുണ്യത്തോടെ കാത്തു സൂക്ഷിച്ച ഒരു ചെരുപ്പെടുത്ത് കാണിച്ചു. ചോദിച്ചു, ഇതെന്താണെന്നറിയോ? എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പാണ്. അത് ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ശമാഇലിൽ. അറിയുമോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് കൊണ്ട് നടന്നു. എന്നിട്ട് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസയിൽ എന്റെ നാവിന്റെ അടിയിൽ അത് വെച്ച് ഖബറടക്കണേ. അപ്പൊ സേവനം ചെയ്തപ്പോ കിട്ടിയ ആ ആദരവും മഹത്വവും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ 80 കൊല്ലം ഇതും കൊണ്ട് നടക്കുവോ? എന്തൊരു മഹബത്താണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെളിഞ്ഞ ജീവിതമല്ലേ അത്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല 100 വയസ്സ് പ്രായം കൊടുത്തു. 100 മക്കളെ അല്ലാഹു കൊടുത്തു. കാരണം ബാരിക് ലഹു ഫീ വലദിഹി, ഒരുപാട് ആലിമീങ്ങളായ സന്താനങ്ങളെ നൽകി. പിന്നെയോ ബസറയിൽ 2 തവണ വിളവെടുക്കുന്ന തോട്ടം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം മാത്രമായിരുന്നു. അങ്ങനെയാണ് സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യം കാണുന്നത് ഒരു മരണ വീട്ടിൽ നിന്നാണ്. ഒരു മരണ വീട്ടിൽ എല്ലാവരും വന്നു. നാട്ടിലെ പ്രമുഖരടക്കമുണ്ട്, ഗവർണർമാരടക്കമുണ്ട്. പക്ഷേ ഒരാൾ വരുന്നു നല്ല പ്രൗഢിയുള്ള വേഷത്തിൽ. എല്ലാവരും എഴുന്നേറ്റു നിന്നു, എല്ലാവരും ആദരിച്ചു. അന്ന് അവിടെ വന്നതിൽ ഏറ്റവും പ്രൗഢിയുള്ള വേഷത്തിന്റെ ആള് മഹാനവറുകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതാരാ? അതാണ് സാഹിബ് റസൂലുള്ളാഹി വഖാദിമുഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഞാൻ ബസറയിൽ നിന്ന് ആദ്യം കാണുന്നത്. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓർത്തുകൊണ്ടാണ് ജീവിച്ചത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് നോക്കൂ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നല്ല നൈസ് റൊട്ടിയും നല്ല പാചകം ചെയ്ത ആട്ടിന്റെ മാംസവും കൊണ്ടുവച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്തേ അനസേ കരയണത്? എനിക്ക് കഴിയണില്ല. ഇത്ര സോഫ്റ്റായ റൊട്ടി ഒരിക്കൽ പോലും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടില്ല. ഇത്ര മനോഹരമായി പാചകം ചെയ്ത കറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടില്ല എന്നതിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന അനസ് ഇബ്നു മാലിക് തങ്ങളെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ അനസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിന്റെ 1000-ൽ അംശത്തിലേക്ക് തുടങ്ങിയിട്ടില്ല. നമ്മുടെ മക്കൾ ഇത് കേട്ട് പഠിക്കണം. അബൂ ഹുറൈറ തങ്ങളെ പഠിക്കണം, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വായിക്കണം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മറന്നുപോയി, സ്വന്തത്തെ അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുഖം, അവിടുത്തെ ദുഃഖം, അവിടുത്തെ ആരോഗ്യം, അവിടുത്തെ സമ്പത്ത്, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ലയിച്ചു പോയ വിസാലിന്റെ അങ്ങേയറ്റത്തെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റളിയല്ലാഹു അൻഹു. അത് പറയാൻ തുടങ്ങിയാൽ സമയം തീരും, സമയം മതിയാവൂല. ഇമാം ബുഖാരി തങ്ങൾ ജീവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഇമാം ബുഖാരി തങ്ങൾ ജീവിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചു നോക്ക് ബുഖാരി ഇമാം തങ്ങളെ.
7-ാം വയസ്സിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. 10-ാം വയസ്സിൽ മുവത്തയിലെ ഹദീസുകളടക്കം മനഃപ്പാടമാക്കുകയാണ്. പിന്നെ ഒരു പള്ളിയിലും ജോലി ചെയ്തിട്ടില്ല, ഒരു ശമ്പളം കിട്ടുന്ന പണിയെടുത്തിട്ടില്ല, കല്യാണം കഴിക്കാൻ മറന്നുപോയി, ഒരു കച്ചവടം ചെയ്തിട്ടില്ല, പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ആ ജീവിതത്തിന്റെ ഓരോ രാവും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ പഠിക്കണം, അത് പ്രചരിപ്പിക്കണം എന്നല്ലാതെ ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു കാര്യത്തിനും പോയിട്ടില്ല. പഠിച്ചു നോക്കൂ. ഞാനത് ചുരുക്കി ഒറ്റ വാചകത്തിൽ പറഞ്ഞതാ. ഇനി ഓരോ സമയവും ബുഖാരി തങ്ങളെ വായിച്ചു നോക്കൂ. ഉറങ്ങിയോ ബുഖാരി ഇമാമങ്ങൾ? ഇല്ല. ഒരു രാത്രിയിൽ 13 പ്രാവശ്യമൊക്കെ ഉണരും. അപ്പൊ അതിന് ഉറക്കുന്ന പറയല്. നമ്മൾ ഒരു ദിവസം രാത്രി കിടന്ന് രാത്രി 1 മണിക്കൊരു ഫോൺ വന്ന് 10 മിനിറ്റ് ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഉറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ പറയും ഇന്നലെ ഉറങ്ങിയില്ല, രാത്രി 1 മണിക്കുണ്ട് ഒരാൾ വിളിക്കണ്, ഉറക്കൊക്കെ പോയി. ഇമാം ബുഖാരി തങ്ങൾ എന്തിനാണ് ഈ 13 തവണ ഉണർന്നത്? മറ്റൊന്നിനും അല്ല, അവിടുന്ന് ഓർത്തുകൊണ്ട് കിടക്കുന്ന ഹദീസുണ്ടല്ലോ, ആ ഹദീസുകളുടെ ആശയങ്ങളെ പകർത്തിവെക്കാൻ. അപ്പൊ അതിന് ഉറക്കുന്ന പറയല്. ആലോചിച്ചു ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ ഏറ്റവും ആധികാരികമായ അൽ ജാമിഉസ് സഹീഹ് ബഹുമാനപ്പെട്ടവര് 6 ലക്ഷം ഹദീസിൽ നിന്നാണ് 4000-ൽ ചില്ലാനും ആവർത്തനമടക്കം 7000-ൽ ചില്ലാനും ഹദീസുകൾ ജാമിഉസ് സഹീഹിൽ എഴുതിയത്. ബുഖാരി ഷരീഫിൽ 6 ലക്ഷം ഹദീസ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ ലോകത്തെ പഠിക്കപ്പെടുന്നുണ്ട്. ഇല്ലാ വഇന്ദി ശൈഉൻ അൻഹു, അവരെ കുറിച്ച് മുഴുവനും എൻ്റെ അടുത്ത് ഡേറ്റയുണ്ട്. ആരാ? ഇമാം ബുഖാരി തങ്ങൾ. അങ്ങനത്തെ ഒരു മോനെ കിട്ടിയ ഉമ്മാന്റെ ഭാഗ്യം. ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതത്തിന് കൊള്ളുമോ നമ്മുടെ ജീവിതം? ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതത്തിന് പറ്റുമോ നമ്മുടെ ജീവിതം? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രി അഫ്ളലു മിൻ ഉമരി ഉമറ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രി ഈ ഉമറിന്റെ ജീവിതം മുഴുവനും വെക്കുന്നതിനേക്കാൾ വലുതാണ്. ഏതാണ് ആ രാത്രി? ലൈലത്തുൻ ബാത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗർ. സൗർ ഗുഹയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടിയ ഒരു രാത്രിക്ക് പറ്റുമോ എൻ്റെ ഈ ജീവിതം മുഴുവനും എന്ന് ആരാണ് പറഞ്ഞത്? അന്നാത്തിഖു ബിസ്സവാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ വരുമ്പോ ബുഖാരി ഇമാം തങ്ങളുടെ 1 മണിക്കൂറിന് പറ്റുമോ നമ്മുടെ ജീവിതം? പറ്റൂല. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു തരട്ടെ. ആ ജീവിതങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് മഹബ്ബത്ത്. ഞാൻ ഈ പറഞ്ഞ ഒന്നും എവിടെ എത്തിയിട്ടില്ല. അനസ് ഇബ്നു മാലിക് തങ്ങളെ പറഞ്ഞിട്ട് എവിടേക്ക് പോയി എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ മഹത്തായ ഒരു ലോകം നമ്മൾ വായിച്ചു പഠിക്കണം. സയ്യിദുനാ വ മലാദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളുടെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വേണം. ഉമ്മമാരെ, നമ്മൾ ആ മഹബ്ബത്ത് നേടിയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
ഉപ്പമാരെ, നമ്മളും ആ മഹബത്ത് നേടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രകാശനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിസരങ്ങളെല്ലാം സമ്പന്നമാകും. പണ്ഡിതന്മാര്, ഉസ്താദുമാര് ഒരു പണിയും ചെയ്യണ്ട, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഹയാത്താക്കി ജീവിച്ചാ മതി. വേറൊന്നും ചെയ്യണ്ട. നമ്മുടെ ജീവിതത്തിൽ അൽ-ഇഹ്തിമാമു ബിൽ കിതാബി വസ്സുന്ന. ഒരു ഉസ്താദ് ഒരു നാട്ടിൽ മാതൃകായോഗ്യനായി ജീവിച്ചാൽ ആ നാടിന് പിന്നൊന്നും വേണ്ട, പ്രസംഗിക്കൊന്നും വേണ്ട, എഴുതുകയും വേണ്ട. ഒരു ആലിമിന്റെ ചിട്ടയിൽ ഒരു നാട്ടിൽ ജീവിച്ചാൽ ആ ജീവിതം കൊണ്ട് മാത്രം ആ നാട് നന്നാവും. എന്നെ പോലത്തെ മുസ്ലിയാമാർക്കത് കഴിയണില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഞങ്ങളുടെ നാട്ടിൽ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു ദാരിമി ഉസ്താദുണ്ട്. 30-40 കൊല്ലം ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ അടുത്ത സുഹൃത്താ, ഞങ്ങളടുത്ത നാട്ടുകാരനാ. ചെറിയ പെരുന്നാൾ രാവിലെ വഫാത്തായത്. ഒരൊപ്പ അവിടെ ഖത്തീബായിരുന്നു. അപ്പോൾ ഉപ്പ മരണപ്പെട്ടപ്പോൾ നാട്ടുകാർ മോനെ കോളേജിൽ വന്നിട്ട് ബിരുദം എടുത്തെടുത്ത് നേരെ കൊണ്ടുവന്ന് പള്ളിയിലാക്കിയതാ. ആ മെഹ്റാബിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓരോ ജീവിതത്തെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചു കേട്ടു. മരണപ്പെട്ട അന്ന് നാട്ടിലെന്തെങ്കിലും മുസീബത്തുണ്ടായാൽ, നാട്ടിൽ അനാചാരം നടക്കാൻ പോണത് കണ്ടാൽ, കുട്ടികൾ അനുസരിക്കാതെ വന്നാൽ അതറിയുന്ന രാത്രി ഓരോ ഉറങ്ങൂല, ഒരു മെഹ്റാബിലുണ്ടാവും. രാത്രി മുഴുവനും നിസ്കാരത്തിലും സുജൂദിലും കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. ആ നാട്ടിലെ ബാത്തുല് മാറി ഖൈർ വരാൻ വേണ്ടി ദുആ ചെയ്യും. ആ നൊമ്പരം അല്ലാഹുവിനോട് പങ്കുവെക്കും. വേറൊരു നാട്ടിൽ കുറെ കാലം മുമ്പ് പള്ളിയുടെ അധികം ദൂരമല്ലാതെ ഒരു സിനിമാ ടാക്കീസ് വരുന്നു. അപ്പൊ അവിടെ ജീവിച്ചിരുന്നൊരു ആലിമുണ്ട്. ബഹുമാനപ്പെട്ട നാട്ടുകാരൊക്കെ കൂടി അതിനെന്തോ പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോയി. ഒന്നും പോണ്ടെന്ന് പറഞ്ഞു. ഒരു രാവുകൾ ദുആ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പഠിച്ചവനെ അള്ളാഹുവേ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ഈ മുസീബത്ത് വന്നാൽ എനിക്ക് താങ്ങൂല. അല്ലാഹു തആല ആ ഖതീബിന്റെ നൊമ്പരം കേട്ടു, ആ ഉസ്താദിന്റെ വേദന അറിഞ്ഞു. ഉദ്ഘാടനത്തിന്റെ അന്ന് സാങ്കേതികമായി കംപ്ലൈന്റ് വന്നു. പിന്നെ ആ നാട്ടിൽ അതുണ്ടായിട്ടില്ല. അതാ പറഞ്ഞ, ചിലരൊക്കെ പ്രസംഗിക്കൊന്നും വേണ്ട. നമ്മളാകുന്ന മുസ്ലിയാന്മാര് പഠിച്ചതനുസരിച്ച് അമല് ചെയ്ത് നാട്ടിലും വീട്ടിലും മാതൃകയായി ജീവിച്ചാൽ മാത്രം മതി. ഹാലു റജുലിൻ അൻഫഉ മിൻ വഅദി അൽഫി റജുലിൻ. 1000 വഅദുകളേക്കാൾ നല്ലത് ഒരാളുടെ ജീവിതമാണ്. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തൊരു മഖ്ലൂഖിനെയും പേടിച്ചില്ല. അള്ളാഹുവിനെ പേടിച്ചു, ചിട്ടയോടെ ജീവിച്ചു. ദുനിയാവിലെ സ്വത്തിനോട് ആർത്തി ഉണ്ടായില്ല. ഒരു വീട് പോലും സ്വന്തമായി ഉണ്ടാക്കാൻ ഒരുങ്ങിയില്ല. കിട്ടിയ ലക്ഷങ്ങൾ അഹ്ലുബൈത്തിന് ദാനം ചെയ്തു. എല്ലാ ദിവസവുമുള്ള വളീഫകൾ ഏതു സാഹചര്യത്തിലും മുടങ്ങാതെ പാലിച്ചു. അപ്പോൾ അവരുടെ വാക്കിന് വിലയുണ്ടായി. അവരുടെ ശബ്ദത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് നാടുകളെ ഫതഹാക്കാൻ കഴിഞ്ഞു. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെ പ്രസംഗമല്ല, ജീവിതമാണ് മാറ്റമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് എല്ലാ നാടുകളും ആഗ്രഹിക്കുന്നത് തഖ്വയോടെ ജീവിക്കുന്ന ദാഇമാരെയാണ്. അള്ളാഹു നമുക്ക് തഖ്വയും സ്വലാഹിയത്തും തരട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. മഹാനരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, അല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അന ഖുവൈദിമുക ഉനൈസ്, ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞു ഓടിച്ചെല്ലുമെന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനൊന്നും ഓടിച്ചെല്ലാനില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ സന്തോഷമുള്ള ദൃഷ്ടിയിൽപ്പെട്ട് അവരുടെ കൈകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലൊന്നെത്താൻ, അവിടുത്തെ ചാരത്തണയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ ചുട്ടുപൊള്ളുന്ന മധ്യാഹ്നത്തിൽ ഈ പള്ളിയങ്കണത്തിൽ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹ് നിന്റെ ദീനിനെ ഇഷ്ടം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ്. ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്, ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കണം. ഇവിടെ ഉസ്താദുമാർക്ക് സംഘാടകർക്ക് പലതും പറയാനുണ്ടാകും. അത് കഴിഞ്ഞ് വേഗം പിരിയാം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.